ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. നമ്മുടെ കഷ്ടകാലങ്ങളിൽ, നമ്മുടെ ആപത്തുകാലങ്ങളിൽ, നമ്മുടെ പ്രതികൂലങ്ങളിൽ നമ്മളെ സഹായിക്കുവാൻ ഒരാളുണ്ട് എന്നത് ഏറെ ആശ്വാസവും സന്തോഷവുമാണ്. ഈ ഒരു കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഈ ഒരു സമയങ്ങളിൽ നമ്മെ അടുത്തു നിന്നവരുമൊക്കെ നമ്മളിൽ നിന്ന് അകന്ന് മാറുമ്പോൾ ഏറിയ വേദനയും പ്രയാസവുമായിരിക്കും നമുക്കുണ്ടാകുന്നത്. ഇവിടെ സംഗീതക്കാരൻ പറയുന്ന 50-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഈ വാക്യത്തിലുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചാൽ, ആപത്തുകാലത്ത്, കഷ്ടകാലത്ത് നമ്മെ സഹായിക്കുവാൻ പലരുമുണ്ടെങ്കിലും അവരൊക്കെ മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മെ ഏത് കാലഘട്ടത്തിലും നമ്മെ സഹായിക്കുവാൻ കഴിവുള്ളവനാണ് സർവശക്തനായ ദൈവം. ആ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, സഹായിപ്പാൻ കഴിയുന്ന ദൈവത്തെക്കുറിച്ച്. രണ്ടാമത് നമ്മൾക്കൂടെ കാണുവാൻ കഴിഞ്ഞത്, അപേക്ഷിക്കുന്ന തൻ്റെ ജനത്തിന് ഈ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. മൂന്നാമത് നമ്മളവിടെ കണ്ട കാര്യം, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവർക്ക് അതിനുള്ള അർഹത അവിടെ കാണുന്നുള്ളൂ. അതുകൊണ്ട് സംഗീതക്കാരൻ ധൈര്യത്തോട് പറഞ്ഞ, ദൈവം പറഞ്ഞു, കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ കടന്നു വന്നാലും നമുക്ക് മുമ്പിലുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് അടുത്ത് ചെല്ലുക. അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ വിളിച്ചപേക്ഷിക്ക. എവിടെ? നിൻ്റെ കഷ്ടകാലത്ത്, നിൻ്റെ ആപത്തുകാലത്ത്, നിൻ്റെ പ്രതികൂലങ്ങളിൽ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. ഞാൻ നിന്നെ വിടുവിക്കും, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. നോക്കിക്കേ, എത്ര ഉറപ്പാണ് നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. വിളിച്ചപേക്ഷിക്കുമ്പോൾ വിടുവിക്കുന്ന, ഉത്തരം തരുന്ന, മറുപടി തരുന്ന, അടുത്തു വരുന്ന ഒരു ദൈവ സാന്നിധ്യം. അതുകൊണ്ടാണ് പറഞ്ഞ, എന്നെ വിളിച്ചപേക്ഷിക്കാം. അപ്പോൾ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ, ദൈവത്തോട് നാം കരഞ്ഞെടുക്കുമ്പോൾ, ദൈവത്തോട് നാം നിലവിളിച്ചെടുക്കുമ്പോൾ ഉത്തരം തരുന്നൊരു ദൈവം, വിടുവിക്കുന്ന ഒരു ദൈവം. പക്ഷെ അവിടെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന വിടുതലുകൾക്ക്, ഉപകാരങ്ങൾക്ക് എന്നുമെന്നും നാം നന്ദിയുള്ളവരായിരിക്കണം. അത് ചെറിയ വിടുതലാണോ വലിയ വിടുതലാണോ എന്നുള്ളതല്ല അവിടെ വിഷയം. എന്തു തന്നെ ആയാലും ദൈവിക വിടുതൽ ദൈവം നമ്മുടെ മേൽ പകരുമ്പോൾ നാം എന്നും നന്ദിയുള്ളവരായിരിക്കണം. അങ്ങനെ നമുക്ക് ദൈവത്തിങ്കിലേക്ക് ഈ നാളുകൾ നമുക്ക് അടുത്തിയെല്ലാം വിളിച്ചപേക്ഷിക്കാം, കരഞ്ഞെടുക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവാനുഗ്രഹമുണ്ടാകട്ടെ.